നമസ്കാരം. എല്ലാവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് PSC എപ്പോഴും ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കുകൾ വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ പോർഷന് ശതമാനം അഥവാ പേഴ്സൻറ്റേജ് എന്ന് പറയും. ശതമാനം എന്ന് പറയാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു കാര്യവും ശതമാനം എന്ന് പറയാൻ 100നെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അതായത് 12% എന്ന് പറയാം 12/100. 12% എന്ന് പറഞ്ഞാൽ 100ൽ 12. 5% എന്ന് പറഞ്ഞാൽ 5/100. ഈ ശതമാനം എന്ന് പറഞ്ഞാൽ ശതമാനം കണക്കാക്കാനും ശതമാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്. മിക്കവാറും എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിലും നമുക്ക് ശതമാനത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അത്യാവശ്യമാണ്. ടെസ്റ്റ് എഴുതുന്നവർക്ക് ശതമാനം അത്ര പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതായത് ഒരു കടയിൽ ചെന്നാൽ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഗോൾഡ് അല്ലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ടാക്സ്, ഇത്ര നികുതി, ഇത്ര ശതമാനം എന്ന് പറയാൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇത്ര ശതമാനം ടാക്സ്, നികുതി ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ശതമാനമാണെന്ന് പറഞ്ഞാൽ ശതമാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ സാധാരണക്കാർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അത് പ്രയോജനപ്രദമാകും. 10% എന്ന് പറഞ്ഞാൽ 10/100. 25% എന്ന് പറഞ്ഞാൽ 25/100. 30% എന്ന് പറഞ്ഞാൽ 30/100. ശതമാനം എന്ന് പറഞ്ഞാൽ അത് 100ൽ എത്ര, 20% എന്ന് പറഞ്ഞാൽ 100ൽ 20, അതായത് 20/100 ശതമാനം. എപ്പോഴും 100നെ അടിസ്ഥാനപ്പെടുത്തി, 100ആണ് അവിടെ ബേസ്, 100നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശതമാനം പറയുക. ഇനി നമുക്ക് ഈ പെർസെൻറ്റേജുമായിട്ട് ഈ പെർസെൻറ്റേജ് സംബന്ധിച്ച കുറേ പ്രോബ്ലം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഭയവും ഇല്ലാതെ സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ കുറേ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഉണ്ട്. വളരെ വേഗത്തിൽ ഇതൊന്നും മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യാനുള്ള ട്രിക്കുകളൊക്കെ പറഞ്ഞുതരാം. 50%ത്തിൻ്റെ 50% എത്രയാണ്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50/100 ഇൻറ്റു 50/100. അതായത് ഇത് കട്ട് ചെയ്ത് പോകും, ഇത് കട്ട് ചെയ്ത് പോകും. അതായത് ഇത് വീണ്ടും കട്ട് ചെയ്യുക. 5 1 5 5 2 5 1 5 5. അതായത് 1/2 ഇൻറ്റു 1/2, അതായത് 1/4. 1/4 എന്ന് പറഞ്ഞാൽ കാൽ. ഇനി നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ടത്. അര എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 അര. കാൽ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. കാൽ 0.25. മുക്കാൽ എന്ന് പറഞ്ഞാൽ 0.75 ആണ്. ഇത് കുറച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. 1/2 എന്ന് പറയാൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറ്റാത്തതുകൊണ്ട് ഒരു പോയിന്റ് കണ്ടവർക്ക് കൊടുത്ത് 0 ഇട്ട് 0.5 എന്ന് ചെയ്യാം. അത് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അര എന്ന് പറഞ്ഞാൽ 0.5 ആണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4, അത് 0.75 ആണ്. 1/4 അതായത് കാൽ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 50%ത്തിൻ്റെ 50% എന്ന് പറഞ്ഞ പോലെ 25%ത്തിൻ്റെ 25% എത്രയാണ്? 25%ത്തിൻ്റെ 25% എത്രയാണ്? ഇന്ത്യ ഉള്ളിടത്ത് അങ്ങ് 100 കൊടുക്കാനും ഇന്ത്യ ഉള്ളിടത്ത് ഇൻറ്റു കൊടുത്താൽ മതി. 25% എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. 25/100 ഇൻറ്റു 25/100. 25 ഇൻറ്റു 25, 25ൻ്റെ സ്ക്വയർ അങ്ങനെയും കാണാം, ഇത് കട്ട് ചെയ്തിട്ടും കാണാം. 25ൻ്റെ സ്ക്വയർ ബൈ 25ൻ്റെ സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പ്രത്യേക ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ഒറ്റ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണാൻ ആദ്യം ഈ 5ൻ്റെ സ്ക്വയർ എഴുതുക. അതായത്
25. പിന്നെ ഇവിടെ എത്ര ഉള്ള 2 രണ്ടും തൊട്ടടുത്ത സംഖ്യയും കൂടെ 3 കൂടെ ഗുണിച്ച് ഇതിൻ്റെ ഇടതുവശത്ത് എഴുതും 625. അപ്പോൾ 25ൻ്റെ സ്ക്വയർ നമ്മൾ പെട്ടെന്ന് കണ്ടില്ലേ. 625/1000. അതായത് 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. 1000 വെച്ചാൽ 3 സ്ഥാനം, 10000 വെച്ചാൽ ഇതിലെ 0ത്തിൻ്റെ എണ്ണം നോക്കിയാൽ 4 സ്ഥാനം, 10 വെച്ചാൽ 1 സ്ഥാനം. ഇവിടെ ആകെ 3 സ്ഥാനമേ ഉള്ളൂ. ഒരു സ്ഥാനം കൂടെ 4 സ്ഥാനം വേണം. ഇവിടെ 10000-ൽ എത്ര 0 ഉണ്ട്? 4 0. അതായത് 1 2 3 സ്ഥാനമേ ഉള്ളൂ. സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൂടെ കൊടുത്തു. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് വലത്തുനിന്ന് ഇടത്തോട്ട് വേണം. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം വേണം. 4 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 10000 ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇടത്തോട്ട്, ഈ റൈറ്റിൽ നിന്ന് ഇടത്തോട്ട് 4 സ്ഥാനം മാറ്റി കുത്തിടണം. അതായത് ഡെസിമൽ പോയിന്റ് എണ്ണം. ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ. 625 എന്ന് പറയുമ്പോൾ 3 അക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 0 കൂടെ കൊടുത്തു. 0.0625, അല്ലെങ്കിൽ അതിന് നമുക്ക് 0.0625 എന്ന് എഴുതാം. ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ വിജയിച്ചു. പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം 240 ആയാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു? അതായത് വിജയിച്ചത് എത്ര പേരാ? വിജയ ശതമാനം എത്രയാണ്? എത്ര പേരാന്ന് തന്നിട്ടുണ്ട്? 60%. വിജയ ശതമാനം 60%. അപ്പൊ പരാജയപ്പെട്ടവരുടെ ശതമാനം എത്രയായിരിക്കും? പരാജയപ്പെട്ടത് എത്ര ശതമാനമായിരിക്കും? ആകെ 100 അതിൽ 40% പേര് പരാജയപ്പെട്ടു. 60% പേര് വിജയിച്ചു. അതിൻ്റെ ബാക്കി 100ൻ്റെ ബാക്കി 100%-ൽ 60% കുറച്ചാൽ മതി. 60% പേര് വിജയിച്ചപ്പോൾ 40% പേര് പരാജയപ്പെട്ടു. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ആകെ കുട്ടികളുടെ എണ്ണം, പരീക്ഷയിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എക്സ്. അതായത് പരാജയപ്പെട്ടത് എത്ര പേരാ തന്നിട്ടുണ്ട്? പരാജയപ്പെട്ടത് 240 പേരാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഉള്ളതിൻ്റെ 40% പരാജയപ്പെട്ടത്. 60% വിജയിക്കുകയായിരുന്നു. 40% എന്ന് പറയുന്നത് പരാജയപ്പെട്ടവരുടെ എണ്ണമാണ്. 40% പേര് ആകെയുള്ള കുട്ടികളുടെ, ആകെ പങ്കെടുത്ത കുട്ടികളുടെ 40% പേര് പരാജയപ്പെടുകയും 60% പേര് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആകെയുള്ളത് എക്സ് എന്ന് എടുക്കുന്നു. ആകെയുള്ളതിൻ്റെ 40% എന്ന് പറയുന്നത് പരാജയപ്പെട്ടവരുടെ എണ്ണമാണ് 240. അതായത് എക്സ് സമം 240 ഡിവൈഡഡ് ബൈ 40%. അതായത് 240 ഡിവൈഡഡ് ബൈ 40/100. 240 ഗുണം അത് തിരിച്ചിട്ട് ഗുണിക്കുക. ഫ്രാക്ഷൻ 100/40. 4 ഗുണം 100 400. എത്ര കുട്ടികളാണ് ആകെ പങ്കെടുത്ത? ഓപ്ഷൻ എ ആണ് ഉത്തരം, 400. വിജയ ശതമാനം, വിജയിച്ചവരുടെ ശതമാനം എത്രയാണ്? 60%. അപ്പോൾ ബാക്കി 40% പേര് തോറ്റതാണ്. പരാജയപ്പെട്ടത് അപ്പം 100-ൽ നിന്ന് 60 100%ആണ് മൊത്തം. അപ്പോൾ ഈ 60% പേര് 60% പേര് വിജയിച്ചെങ്കിൽ ബാക്കി 40% പേര് പരാജയപ്പെട്ടു. അതായത് പരാജയപ്പെട്ട എത്രയാണ്? 100-ൽ നിന്ന് 60% കുറയ്ക്കുക. 100%, 40%. ആകെ കുട്ടികളുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ. എക്സിൻ്റെ 40% പേര് പരാജയപ്പെട്ടു. എക്സിൻ്റെ ആകെ കുട്ടികളുടെ എക്സ് ആ കുട്ടികൾ പങ്കെടുത്തതിൽ അതിൻ്റെ 40%, എക്സിൻ്റെ 40% 240. അങ്ങനെയാണ് എക്സ് കാണാൻ 240 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 40% ഹരിക്കുക. അത് 240/40/100. 240 ഇൻറ്റു അത് തിരിച്ചിട്ട് ഗുണിക്കുക. 100/40 400. ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം 400. ഓപ്ഷൻ എ ആണ്. 350-ൻ്റെ എത്ര ശതമാനമാണ് 42 എന്നാണ് ചോദിച്ചേക്കുന്നത്. 350-ൻ്റെ ഇന്ത്യ എന്നുള്ളിടത്ത് എക്സ്, ഇന്ത്യ എന്നുള്ളിടത്തും ഇൻറ്റു കൊടുക്കുക. 350-ൻ്റെ എക്സ് ശതമാനം എന്ന് പറയുന്നത് 42 തന്നിട്ടുണ്ട്. എക്സ് നമുക്കറിയാത്തതുകൊണ്ട് എത്ര ശതമാനം എന്നുള്ളിടത്ത് എക്സ് എന്ന് കൊടുക്കുക. എക്സ് ശതമാനം 350 ഗുണം എക്സ് ബൈ 100 സമം 42. അതായത് 350/100x എന്ന് പറയുന്നത് 42. 350/100x. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് സമം 42 കൂടെ കിടക്കുന്ന 350/100 ഇട്ട് ഹരിക്കുക. അതായത് എക്സ് സമം 42 ഇൻറ്റു ഈ ഫ്രാക്ഷൻ, അടിയിലെ ഫ്രാക്ഷൻ ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതിൻ്റെ റെസിപ്രോക്കൽ, അതിൻ്റെ വ്യുൽക്രമം തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി.
100/350. 0 0 കട്ട് ചെയ്തു. 7 വെച്ച് കട്ട് ചെയ്ത് 7 6 7 5 2, അതായത് 6 × 2 12. എത്ര ശതമാനമാണ്? 350ൻ്റെ എക്സ് ശതമാനം, അതായത് 350ൻ്റെ എക്സിൻ്റെ അവിടെ കൊടുത്താൽ മതി വാല്യൂ. 12%. ഓപ്ഷൻ എ ആണ് ഉത്തരം. 12%. 350ൻ്റെ എത്ര ശതമാനം എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ശതമാനം എന്ന് കൊടുക്കുന്നു. അറിയാത്തതിന് എക്സ് എന്ന് കൊടുക്കാം. 350ൻ്റെ എന്നുള്ളിടത്ത് ഇൻറ്റു കൊടുക്കുക. 350 ഇൻറ്റു എക്സ് ശതമാനം എന്ന് പറയുന്നത് 42 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ 350ൻ്റെ എത്ര ശതമാനം എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. 350 ഇൻറ്റു എക്സ് ശതമാനം എന്ന് പറയാം x/100 സമം 42. അതായത് 350/100x സമം 42. അപ്പം നമുക്ക് അവിടെ എക്സാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് സമം 42 ഡിവൈഡഡ് ബൈ 350. കൂടെ കിടക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. എക്സ് ഇൻറ്റു എന്ന് പറയുമ്പോൾ അതായത് 42 ഗുണം ഒരു ഫ്രാക്ഷൻ വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ അത് നേരെ അങ്ങ് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 350/100 എന്നുള്ളത് 100/350. അതായത് 0 0 കട്ട് ചെയ്ത് ഇവിടെ 7 വെച്ച് കട്ട് ചെയ്ത് 6 5 2 12. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 12. അപ്പം ഇവിടെ ഇട്ട് കൊടുത്തിട്ട് 350ൻ്റെ 12%. എക്സിൻ്റെ അവിടെ ഇട്ട് കൊടുത്ത് എത്ര ശതമാനമാണ്? 42. 350ൻ്റെ 12%. ഓപ്ഷൻ എ 12%. ഇതിൻ്റെ 80% 4. എന്നാൽ 4ൻ്റെ എത്ര ശതമാനമാണ്? 5. 4ൻ്റെ എക്സ് ശതമാനമാണ് 5. ഇത് മറ്റേ തെറ്റിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് വെച്ച് നോക്കിയാൽ 4ൻ്റെ എത്ര ശതമാനം 5 എന്ന് നോക്കിയാൽ മതി. 4 ഗുണം x/100 സമം 5. അതായത് 4/100 എക്സ് സമം 5. എക്സ് സമം 5 ഡിവൈഡഡ് ബൈ 4/100. അതായത് തിരിച്ചിട്ട് ഗുണിക്കുക. 5 × 100/4. 25 25 125%. 4ൻ്റെ എക്സ് ശതമാനം, അതായത് 4ൻ്റെ 125% എക്സ് എന്നുള്ളിടത്ത് വില കൊടുത്താൽ 125% 5. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4ൻ്റെ എക്സ് ശതമാനം എന്ന് പറയുന്നത് 5 ആണ്. അതായത് 4ൻ്റെ x/100 എന്ന് പറയുന്നത് 5 ആണ്. അപ്പം 4/100x എന്ന് പറയുന്നത് 5 ആണ്. അപ്പം എക്സ് കാണാൻ ഇവിടെ കൂടെ കിടക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. ഈ ഫ്രാക്ഷൻ എക്സ് ഇൻറ്റു 4/100 എന്ന് പറയുന്നത് 5 ആണ്. അപ്പം എക്സ് കാണാൻ അതായത് 5 ഗുണം ഇത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഒരു ഫ്രാക്ഷൻ വെച്ച് ഹരിക്കണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക. 100/4 അതായത് 25 5 125 വരും. എക്സ് എന്ന് പറയുന്നത് 125. അപ്പം 4ൻ്റെ 125%. എക്സിൻ്റെ അവിടെ വില കൊടുക്കും. 4ൻ്റെ 125% 5. അതാ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നമുക്ക് 6.25% ഭിന്ന രൂപ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 6.25% എന്ന് പറഞ്ഞാൽ 6.25/100. അതായത് ഇവിടെ താഴെ മുകളിലും ഇതിൻ്റെ പോയിന്റ് മാറാൻ വേണ്ടി താഴെ മുകളിലും 100 ഇട്ട് ഇൻറ്റു ചെയ്യുക. 2 സ്ഥാനം വേണ്ട. 6.25 × 100/100 × 100. ഇത് പോയിന്റ് അങ്ങ് പോകും. 625/100 × 100. അതായത് 625 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണെന്നറിയാം. ഒരു എളുപ്പ വഴി പറയാം. 25ൻ്റെ സ്ക്വയർ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയാൽ ലാസ്റ്റിൽ 5 ആയാലും സ്ക്വയർ കാണാൻ എളുപ്പം. 5ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഏതാ? 25 അല്ല 2. രണ്ടും തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിച്ച് ഇവിടെ അടുത്ത വശത്ത് എഴുതുക. 625. 625നെ നമുക്ക് എങ്ങനെ എഴുതാം? 25 × 25/100 × 100. അതായത് 25/100 × 25/100. 25/100 എന്ന് പറയാം 1/4. ഇത് 1/4 × 1/4 1/16 ഉത്തരം. ഓപ്ഷൻ എ ആണ്. 6.25% എന്ന് പറയാം 6.25/100. അപ്പോൾ പോയിന്റ് മാറാൻ വേണ്ടി 100 ഇട്ട് താഴെ മുകളിലും ഗുണിക്കുന്നു. വിലയ്ക്ക് വ്യത്യാസം വരായിരിക്കും. ഇൻറ്റു 100/200. 6.25/100ൻ്റെ കൂടെ താഴെ മുകളിലും 100 ഇട്ട് ഗുണിക്കുന്നു. മുകളിലെ പോയിന്റ് അങ്ങ് മാറുന്നു. 625/100 × 100. 625 എന്ന് പറയാൻ 25 × 25/100 × 100. അതായത് 25/100 × 25/100. മുകളിൽ 24 × 1/4. അതായത് 1 × 1 1/16 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം.
300ന്റെ 33 ശതമാനം എത്രയാണ്? 33 എന്ന് പറഞ്ഞാൽ ഒരു മിശ്ര ഭിന്നമാണ്, ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ വരുന്നത്. അതായത് 33 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ 3 33 ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, ഒരു മിശ്ര ഭിന്നമാണ്. അതിനെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റണം. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്തുവാക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവുമായിരിക്കും. 33 നമുക്ക് മാറ്റാം. എന്നിട്ട് വേണം ഈ കണക്ക് ചെയ്യാൻ. 33 അതായത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക ക്രോസിന്. 33 × 3 പ്ലസ് ഈ മുകളിലുള്ളത് കൂട്ടുക 1 ബൈ അടിയിലുണ്ടായിരുന്നു എഴുതുക. 33 എത്ര? 99 പ്ലസ് 1 ബൈ 3 അതായത് 100/3. 33 ഭിന്ന രൂപം വിഷമ ഭിന്നയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അംശം കൂടുതലും ഛേദം കുറവും. 100 കൂടുതൽ 100/3 ഇങ്ങനെയുള്ളതിനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, വിഷമ ഭിന്നം. അപ്പോൾ നമുക്ക് 300ന്റെ 33 ഇൻ്റെ ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കണമെന്നാണ്. 300 × 33 പകരം നമ്മൾ കണ്ടുവച്ച അതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റി അത്രയും ശതമാനം. 33 ശതമാനം 33 പകരം 100/3 കൊടുത്തു. അതായത് 300 ഗുണം 100/3 അത്രയും ശതമാനം എന്ന് പറഞ്ഞാൽ × 1/100 എന്ന് കൊടുത്താൽ മതി ശതമാനം. അപ്പോൾ ഇവിടെ 100 കട്ട് ചെയ്തു 300നെ 3 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 33 പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നമാണ്. അതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെ ആക്കുക? ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 33 × 3 പ്ലസ് മുകളിലുള്ളത് എഴുതുക 1/3. 100/3 എന്ന് കിട്ടും. 33 വില 300 ഗുണം ഇൻ്റെ 100/3 30 ശതമാനം. 300 ഗുണം 100/3 അത്രയും ശതമാനം എന്ന് പറഞ്ഞാൽ × 1/100. ഇത് കട്ട് ചെയ്ത് വേടി ചെയ്യുമ്പോൾ 100 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 400ന്റെ 22 ശതമാനം എത്രയാണ്? 22 2 എന്ന് പറയുന്നത് മിശ്ര ഭിന്നമാണ്. അതിൻ്റെ വില കണ്ടുപിടിക്കാം. ഇവിടെ 22 ഗുണം 2 ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 22 ഗുണം 2 പിന്നെ ഇവിടെ ഉള്ള എന്താ ഉള്ളത്? പ്ലസ് ഈ 1/2 അതായത് 22 ഗുണം 2 എന്ന് പറയുന്നത് 44 പ്ലസ് 1/2 അതായത് 45/2 കിട്ടി. ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടുതലും താഴെ ചെറുത്, അംശം കൂടുതലും ഛേദം ചെറുത്. 400ന്റെ ഇൻ്റെ ഉള്ളിടത്ത് ഇൻറ്റു കൊടുക്കണം. 400ന്റെ 22 പകരം അതിൻ്റെ വില ഇട്ട് കൊടുക്കാം. 45/2 അത്രയും ശതമാനം സമം 400 ഗുണം 45/2 അത്രയും ശതമാനം എന്ന് പറയാൻ × 100 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ 0 2 വെട്ടി ഇത് വെട്ടി 2 ഗുണം 45 90 ഉത്തരം. ഓപ്ഷൻ എ 90 ഉത്തരം. 400ന്റെ 22 ശതമാനം അതായത് 22 2 നമുക്ക് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കണം. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 22 2 കൂടെ ഗുണിക്കുക × 2 പ്ലസ് 1 ഇവിടെ ഉണ്ടായിരുന്നത് മുകളിലുള്ളത് ഹോൾ ബൈ 2. 22 44 പ്ലസ് 1/2 45/2. അപ്പോൾ 400ന്റെ 22 ശതമാനം. 400ന്റെ ഇൻ്റെ അടുത്ത് ഇൻറ്റു കൊടുക്കണം. × 45/2 ശതമാനം എന്ന് പറയുമ്പോൾ 1/100 ഇട്ട് കൊടുക്കാം. ഇവിടെ 90 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര? സംഖ്യ നമ്മൾ x എന്ന് എടുക്കുന്നു. അറിഞ്ഞുവിടാത്ത സംഖ്യ ആയതുകൊണ്ട് സംഖ്യ x എന്ന് എടുക്കുന്നു. ഇനി 30% 70% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറച്ചാൽ മതി. 70%-ൽ 30% പോയാൽ 40%. അല്ലെങ്കിൽ വ്യത്യാസം എത്ര വരും? വ്യത്യാസം 70% 30% തമ്മിലുള്ള വ്യത്യാസം 70%-ൽ നിന്ന് 30% കുറച്ചാൽ മതി. അതായത് 40%. ഒരു സംഖ്യ x ആണെന്നിരിക്കട്ടെ. സംഖ്യയുടെ വ്യത്യാസം ഇവ തമ്മിലുള്ള വ്യത്യാസം 40% എന്ന് പറയുന്നത് 60 തന്നിട്ടുണ്ട്.
സംഖ്യയുടെ 40% എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 60 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 40% ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക. എക്സിൻ്റെ കൂടെയുള്ള 40% ഹരിക്കുക. അതായത് 60/40% എന്ന് പറയാൻ 40/100. ഒരു ഫ്രാക്ഷൻ ഇട്ട് ഹരിക്കണമെങ്കിൽ അത് ആ ഫ്രാക്ഷൻ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് ആ ഫ്രാക്ഷൻ 40/100 കൊണ്ട് ഹരിക്കുക, അത് തിരിച്ചിട്ട് ഗുണിക്കുക, അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഗുണിക്കുക. 15 × 10 150. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 150. ഇവിടെ ഒരു സംഖ്യയുടെ 30%, 70% തമ്മിലുള്ള വ്യത്യാസം 60 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര? സംഖ്യ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സംഖ്യയെ എക്സ് എന്ന് എടുക്കുന്നു. അതിൻ്റെ വ്യത്യാസം 30%, 70% തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കുറച്ച് നോക്കാതെ തന്നെ അറിയാം. 70%-ന് 30% കുറച്ചാൽ 40%. സംഖ്യയുടെ എക്സിൻ്റെ അത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 40% സമം 60 തന്നിട്ടുണ്ട്. എക്സ് ഗുണം 40%-ൻ്റെ സംഖ്യയുടെ ഇൻ്റെയൊക്കെ വന്നാൽ ഇൻറ്റു കൊടുക്കണ്ടേ. സംഖ്യ എക്സ് ഇൻറ്റു 40% 60 തന്നിട്ടുണ്ട്, ചോദിച്ചു തന്നിട്ടുണ്ട്. എക്സ് സമം 60 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 40% വെച്ച് ഹരിച്ചാൽ മതി. 60/40% എന്ന് 60 ഇൻറ്റു ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. അതായത് 60 ഗുണം 40/100 എന്നുള്ളത് തിരിച്ചിട്ട് ഗുണിക്കുക. 100/40. 150. ഒരു ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു മത്സര പരീക്ഷയിൽ 400 കുട്ടികൾ 300 പേര് വിജയിച്ചു. വിജയശതമാനം കാണാൻ. വിജയശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? വിജയശതമാനം സമം ആകെ എത്ര പേരുണ്ട്? 400. ആകെ ഉള്ളതിൽ വിജയിച്ചവരുടെ എണ്ണം ഗുണം 100. ആകെ ഉള്ളതിൽ വിജയിച്ചവരുടെ എണ്ണം ഗുണം 100. അതായത് 4 25 ഗുണം 3 75%. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിജയശതമാനം കാണാൻ ഒരു മത്സര പരീക്ഷയിൽ ആകെ 400 പേര് പങ്കെടുത്തതിൽ 300 പേര് വിജയിച്ചു. വിജയിച്ചവരുടെ വിജയശതമാനം കാണാൻ ആകെ 400. ആകെ ഉള്ളതിൽ വിജയിച്ചവരുടെ എണ്ണം ഗുണം 100. 25 ഗുണം 3 75%. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.